കെ കരുണാകരൻ സോണിയാഗാന്ധി അകൽച്ചയുടെ കാരണം തുറന്നു പറഞ്ഞ കെ.വി. തോമസ്. കുമ്പളങ്ങിൽ നിന്നും ചെങ്കോട്ടയിലേക്ക് എന്ന തന്റെ പുസ്തകത്തിലാണ് ഈ തുറന്നു പറച്ചിലുള്ളത്. 2001 തെരഞ്ഞെടുപ്പിൽ പത്മജയെ മത്സരിപ്പിക്കാൻ കരുണാകരൻ ആഗ്രഹിച്ചു. എന്നാൽ സോണിയാഗാന്ധി അതിന് താല്പര്യമെടുത്തില്ല. സോണിയാഗാന്ധി പേര് വെട്ടിയതോടെ ചർച്ചകളിൽ നിന്നും കരുണാകരൻ ഇറങ്ങിപ്പോയി. ഇതോടെ ലീഡറും സോണിയാഗാന്ധിയും തമ്മിലുള്ള അകലം വലുതായെന്നുമാണ് കെ.വി. തോമസിന്റെ പുസ്തകത്തിൽ പറയുന്നത്. സജോ ദേവസ്യ വിവരങ്ങളുമായി. സജോ, ഇപ്പോൾ കരുണാകരൻ സോണിയാഗാന്ധി അകൽച്ചയുടെ ഒരു ഭാഗമാണ് പുസ്തകത്തിൽ വിവാദമാകാൻ സാധ്യതയുള്ള, പുറത്തേക്കറിയാത്ത കോൺഗ്രസിനകത്തെ മറ്റു ചില കാര്യങ്ങളുമുണ്ടോ സജോ? സ്മൃതി, നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. കുമ്പളങ്ങിയിൽ നിന്ന് ചെങ്കോട്ടയിലേക്ക് എന്ന ആത്മകഥാ സ്വഭാവമുള്ള പുസ്തകം ഇന്നലെയാണ് കെ.വി. തോമസ് മാഷ് പുറത്തിറക്കിയത്. ഇന്നലെയായിരുന്നു ഇതിന്റെ പ്രകാശനം. അതിലെ ഒരു അധ്യായത്തിലാണ്, അതായത് കരുണാകരനുമായി കെ.വി. തോമസിന്റെ അകൽച്ച എങ്ങനെ ഉണ്ടായി എന്ന് വിശദീകരിക്കുന്ന ഒരു അധ്യായമാണ്. അതിലാണ് സോണിയാഗാന്ധിയുമായി കെ കരുണാകരൻ അകലുന്നത് എങ്ങനെ, അതിന്റെ പശ്ചാത്തലം എന്താണ് എന്ന് വിശദീകരിക്കുന്നത്. ഒരർത്ഥത്തിൽ അത് വളരെ കൗതുകകരമാണ്. അതായത് 2001 പത്മജയെ ഏതെങ്കിലും ഒരു നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിക്കാൻ കെ കരുണാകരൻ ആഗ്രഹിച്ചു. അത് സോണിയാഗാന്ധിയോട് നേരിട്ട് പറയാതെ നിരീക്ഷകരുടെ മുന്നിൽ ഈ കാര്യം വെക്കുന്നു. ഏറ്റവും അടുപ്പമുള്ള ഒരു നിരീക്ഷകൻ വഴി പട്ടികയിൽ ഈ പേര് വരുന്നു. ആ പേരിന് നേരെ സോണിയാഗാന്ധി നിർദ്ദേശിച്ച പേര് എന്ന് എഴുതി ചേർക്കുന്നു. പക്ഷേ കെ കരുണാകരൻ വിരുദ്ധർ ഇത് സോണിയാഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. സോണിയാഗാന്ധിയുടെ നോമിനിയായി ഈ മണ്ഡലത്തിൽ പത്മജ വേണുഗോപാലിന്റെ പേര് വന്നിരിക്കുന്നു എന്ന് ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഇതോടുകൂടി സോണിയാഗാന്ധിക്ക് വലിയ ദേഷ്യം ഉണ്ടാകുന്നു. അവർ ഇക്കാര്യത്തിൽ ദേഷ്യപ്പെടുന്നു. ഇങ്ങനെ താനറിയാതെ എന്തിനാണ് ഇങ്ങനെ ഈ പേര് വെച്ചത് എന്ന ദേഷ്യം മുന്നോട്ട് വയ്ക്കുന്നു. പക്ഷേ നിരീക്ഷകർ പിന്നെ ആ കാര്യത്തിൽ ഒരു മധ്യസ്ഥതയുടെ റോൾ വഹിക്കാൻ കെ.വി. തോമസിനോട് ആവശ്യപ്പെടുന്നു. കെ.വി. തോമസ് സോണിയാഗാന്ധിയുമായി സംസാരിക്കുന്നു. ആ ഘട്ടത്തിൽ സോണിയാഗാന്ധി പറഞ്ഞത്, നേരത്തെ അവരെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അവർ ഒരു കുടുംബിനിയാണല്ലോ എന്നാണ് അറിയിച്ചിരുന്നത്. അങ്ങനെ ഒരാളെ എന്തിനാണ് പിൻവാതിലിലൂടെ ഈ പട്ടികയിൽ തിരികെ കയറ്റാൻ ശ്രമിച്ചത്? താൻ നിർദ്ദേശിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് താൻ നിർദ്ദേശിച്ചു എന്ന മട്ടിൽ ഈ പട്ടികയിൽ ഇടം പിടിക്കുന്നത് എന്ന് ചോദിച്ചു. ഇതിനിടെ പല ചർച്ചകളും നടന്നു. ആ ഘട്ടത്തിൽ സോണിയാഗാന്ധിയുടെ ഈ എതിർപ്പിനെ തുടർന്ന് പലതവണ കെ കരുണാകരൻ ഇറങ്ങിപ്പോയി. പിന്നീടാണ് ഈ മധ്യസ്ഥ ശ്രമം നടത്തിയത്. പക്ഷേ ഒടുവിൽ ഇതിൽ മധ്യസ്ഥ റോൾ വഹിച്ചെങ്കിലും പരിഹാരമൊന്നും ഉണ്ടായില്ല. അതോടുകൂടി സോണിയാഗാന്ധിയുടെ സമ്പൂർണ്ണ എതിർപ്പിനെ തുടർന്ന് അന്നിത് നടക്കാതെ പോകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി. അല്ലെങ്കിൽ വലിയ വിമർശനവും എതിർപ്പും ഒക്കെ ഉണ്ടായി. കെ.വി. തോമസ് ഇതിൽ മധ്യസ്ഥത വഹിക്കാൻ സോണിയാഗാന്ധിയെ കണ്ടപ്പോൾ സോണിയാഗാന്ധി കയർത്ത് സംസാരിക്കുകയാണ് ചെയ്തത്. കാരണം ഇങ്ങനെ ഒരാളെ പിൻവാതിലിലൂടെ എന്തിന് കൊണ്ടുവരണം എന്ന് ചോദിച്ചത് കെ.വി. തോമസിന്റെ വേർഷനാണ്. ഏതായാലും അത് ആണ് ഈ അകൽച്ചയിലേക്ക്, സോണിയാഗാന്ധിയും കെ കരുണാകരനും തമ്മിലുള്ള അകൽച്ച വലുതായി മാറുന്നതിന് അതാണ് കാരണമായത് എന്ന് വിശദീകരിക്കുകയാണ്. സ്വാഭാവികമായും കെ കരുണാകരനുമായി ഏറ്റവും അടുപ്പം ഒരു കാലത്ത് പുലർത്തിയിരുന്ന ആളാണ് കെ.വി. തോമസ്. പിന്നീട് അകൽച്ചയുണ്ടായി എന്നതും വസ്തുതയാണ്. അതിനിടെ കോൺഗ്രസിന്റെ ഒരു ആഭ്യന്തരമായി ഇങ്ങനെ സോണിയാഗാന്ധിയും കെ കരുണാകരനുമാണ് ഇതുകൊണ്ടാണ് അകന്നത് എന്നൊക്കെ വിശദീകരിക്കുമ്പോൾ അതിൽ മറ്റു കക്ഷിയും, ഉദാഹരണത്തിന് പത്മജ അടക്കമുള്ളവർ പുറത്തു നിൽക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ മറ്റു പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതിൽ കൗതുകരമായ ഒരു അധ്യായമാണിത്. ശരി, സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.